നമസ്കാരം. ജൂൺ 21 ലോകം അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളും യോഗാ ദിനത്തോടനുബന്ധിച്ച് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഭാരതം മനുഷ്യ നാഗരികതയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് യോഗ. യോഗ ഒരു ജീവിത രീതിയാണ്. ആർക്കും പരിശീലിക്കാവുന്ന ജീവിത രീതി. പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ, ജാതിഭേദമന്യേ, മറ്റൊരു ഭേദവും കൂടാതെ പരിശീലിക്കാവുന്ന ഒരു ജീവിത ശൈലിയാണ് യോഗ. റെഗുലർ യോഗ പ്രാക്ടീസ് ലീഡ്സ് ടു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ഹെൽത്ത്. ഇറ്റ് ലീഡ്സ് ടു എ ബെറ്റർ സൊസൈറ്റി. ഇന്ന് യോഗ ഭാരതത്തിൻ്റെ അതിരുകൾ കടന്ന് ലോകമെമ്പാടും പ്രശസ്തമായിരിക്കുകയാണ്. അങ്ങനെയാണ് 2015 ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗ ഡേ ആയി പ്രഖ്യാപിക്കുകയും ആചരിക്കുകയും ചെയ്തത്. ലോകം അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും യോഗാ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നൽകുന്നു. എല്ലാവരും യോഗ പരിശീലനം അവരവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് 21 ജൂണാണല്ലോ. ഇന്ന് ലോകമെമ്പാടും ഇൻ്റർനാഷണൽ യോഗ ഡേ ആചരിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ ഒരു വലിയ സംഭാവനയാണ് ലോകത്തിന്. യോഗ ഡേയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിന്, മനസ്സിന്, ആത്മാവിനെ എല്ലാം എനർജൈസ് ചെയ്യുന്ന ഒരു യോഗ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കിക്കാട്ടെ. എക്സസൈസ് ചെയ്യുന്നു. കൈകളെ, കാലുകളെ ഒക്കെ അനക്കുന്നു. ട്രീ പോസിൽ നിൽക്കുന്നു, ഇരിക്കുന്നു. ബ്രീതിങ് എക്സസൈസ് ചെയ്യുന്നു. ഭസ്ത്രിക ചെയ്യുന്നു. മെഡിറ്റേഷനിലിരിക്കുന്നു. ശവാസനയിൽ കിടക്കുന്നു. എന്നിട്ട് ചെറിയ എഴുന്നേക്കുന്നു. കണ്ണുകൾ അടച്ച് നട്ടെല്ല് നിവർന്ന് ചുറ്റുപാടുകളിലെ ശബ്ദങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇരിക്കുന്നു. നമസ്തേ പോസിൽ മെഡിറ്റേഷൻ ചെയ്യുന്നു. പ്രാർത്ഥനയാകാം. ഇതെല്ലാം കൂടെ ചേർന്നുള്ളതാണ് യോഗ. നമ്മളുടെ ശരീരത്തിന് കണ്ണുകളുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, വായുണ്ട്, കൈകളുണ്ട്, കാലുകളുണ്ട്. എല്ലാത്തിനും അതിൻ്റെ ധർമ്മങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ്
എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവിധതരം മാനസിക ശാരീരിക രോഗങ്ങളാൽ വലയുന്നവരെ ഈ ലോകമെമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. ജീവിതശൈലി രോഗങ്ങളാൽ വലയുന്നവർ, ഏകാഗ്രത നഷ്ടപ്പെടുന്നത് തുടങ്ങി അനേകം പ്രശ്നങ്ങൾ നമ്മെ ഓരോരുത്തരെയും വിയർപ്പുമുട്ടിക്കുന്നു. യോഗ എന്നും അഭ്യസിക്കുന്ന ഒരാൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാനും ഏകാഗ്രതമാക്കാനും കഴിയുന്നു. രോഗശാന്തിക്കും ആരോഗ്യ പരിപാലനത്തിനും ഏറ്റവും ഉത്തമമായ വഴി യോഗയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യോഗ വളരെ സഹായകരമാണ്. ജോലിഭാരം കുറയ്ക്കാനും യോഗ ഉത്തമമാണ്. യോഗാഭ്യാസങ്ങൾ മനസ്സിനും ശരീരത്തിനും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും പ്രദാനം ചെയ്യുന്നു. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് എന്നിവയുടെ വലക്കണ്ണികളിൽ കുരുങ്ങി ജീവിതം നശിപ്പിക്കുന്നവർക്കും മദ്യം, മയക്കുമരുന്ന് എന്നീ ലഹരികൾക്ക് അടിമയാകുന്നവർക്കും പ്രതിസന്ധികളിൽ പതറിപ്പോകുന്നവർക്കും ഒരു സാന്ത്വനമാണ് യോഗ പരിശീലനം. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഒരു അരമണിക്കൂർ യോഗ പരിശീലിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിന് തരുന്ന ഗുണങ്ങൾ വളരെയേറെയാണ്. എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗാ ദിനം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Hello friends, how are you doing today? I hope you are healthy and safe at home. Today I am going to speak few lines on International Yoga Day. International Yoga Day is celebrated every year on 21st June. It is a gift from India to give world. It you will not only important for body but healthy our mind. This year is theme of yoga is be with yoga and be at home. I hope you not only do yoga at 21st June, but you have to do every day. I hope you are safe at home. Stay home, stay safe and stay healthy. Thank you. നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ഹെഡ്മാസ്റ്റർ, അധ്യാപകരെ, രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ജൂൺ 21 യോഗാ ദിനം. ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനയാണിത്. ജൂൺ 21 2015 ലോകം മുഴുവൻ ആദ്യമായി യോഗാ ദിനം ആചരിച്ചത്. ഏറ്റവും സങ്കീർണമാംവിധം ആളുകൾ വളയുകയും നിവരുകയും ചെയ്യുന്ന വെറുമൊരു വ്യായാമമാണ് യോഗ എന്നാണ് നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതിലുപരി മനുഷ്യനെ ശാരീരികവും മാനസികവും ആത്മീയവുമായി ഉന്നതിയിലെത്തിക്കുക എന്നതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും കൂടാതെ ശരീരവളവുകൾ യോഗയിലൂടെ നിവർത്തുന്നു. ശ്വാസകോശത്തെ പൂർണ്ണ സംഭരണശേഷിയിലെത്തിക്കുകയും ഇതുവഴി പ്രാണവായുവിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര നിലയിലെത്തിക്കുകയും ഈ പ്രാണവായു നമ്മുടെ രക്തത്തിലൂടെ തലച്ചോറിലെത്തുകയും തലച്ചോറിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉന്നതിയിലെത്തിക്കുകയും ചെയ്യും. ജ്ഞാനയോഗം അഥവാ തത്വജ്ഞാനം, ഭക്തിയോഗം അഥവാ ഭക്തിയുടെ ആനന്ദം, കർമ്മയോഗം അഥവാ ആനന്ദകരമായ പ്രവൃത്തി, രാജയോഗം അഥവാ മനോനിയന്ത്രണം എന്നിങ്ങനെ വിവിധ ജീവിത രീതിയുടെ സമ്പൂർണ്ണ സത്തയാണ് യോഗാശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യോഗയിൽ ധാരാളം തരത്തിലുള്ള ആസനകളുണ്ട്. പദ്മാസന, ത്രികോണാസന, ശീർഷാസന, മത്സ്യാസന, ശലഭാസന, വജ്രാസന, പർവ്വതാസന, ഗരുഡാസന, വൃക്ഷാസന. ഇവയാണ് അതിൽ ചില ഉദാഹരണങ്ങൾ. 12 വയസ്സ് കഴിഞ്ഞ ഏവർക്കും യോഗ അഭ്യസിക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യോഗ ഒരു ശീലമാക്കാൻ ശ്രദ്ധിക്കുക. യോഗയിലൂടെ നമ്മുടെ ശരീരം എന്നും യോഗ്യമായിരിക്കട്ടെ. നന്ദി.
എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് എന്താണ് പ്രത്യേകതയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ ജൂൺ 21 ലോക യോഗാ ദിനം. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ജൂൺ 21 ലോക യോഗാ ദിനമായി ആചരിക്കപ്പെടുന്നത്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും നീളമേറിയ ദിവസമാണ് ജൂൺ 21. ഈ ദിവസത്തിന് ലോകത്തിൽ പല ഭാഗത്തും പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. നാം യോഗ ചെയ്യുന്നത് മൂലം ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. മാനവരാശിയുടെ മാനസികവും ശാരീരികവും ആധ്യാത്മികവുമായ സ്വസ്ഥതയ്ക്ക് ഉതകുന്ന ഒരു ശാസ്ത്രമാണ് യോഗ. പ്രാചീന കാലത്ത് നമ്മുടെ ഭാരതത്തിൽ നിന്ന് തന്നെ ഉറവെടുത്ത ഒരു ശാസ്ത്രമാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യോഗയ്ക്ക് വളരെയധികം പ്രചാരവും അംഗീകാരവും ഉണ്ടായിരുന്നു. എന്നാൽ പിൻകാലത്ത് അത് കുറഞ്ഞു വന്നു. യോഗിമാർക്കും സന്യാസിമാർക്കും മാത്രമാണ് യോഗ എന്നത് മനുഷ്യൻ ചിത്രീകരിച്ചിരിക്കുന്നു. സാധാരണക്കാർക്ക് അതിനോടുള്ള താല്പര്യം കുറഞ്ഞു വന്നു. ഈ അടുത്ത കാലത്താണ് നമ്മൾ ഭാരതീയർ വീണ്ടും യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത്. യോഗ ഒരു ലക്ഷ്യം എന്നതിലുപരി ഒരു യാത്രയാണ്, സമാധാനത്തിലേക്കുള്ള യാത്ര. നാം എല്ലാവരും യോഗ നമ്മുടെ ദിനചര്യത്തിൽ ഉൾപ്പെടുത്തണം എന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Everyone, respected teachers and my dear friends, today I will deliver a speech on Yoga Day. International Yoga Day is observed every year on June 21. The idea of an International Day of Yoga was first proposed by the current Prime Minister of India, Narendra Modi, during his speech at the United Nations General Assembly on 27th September 2014. Yoga is beautiful physical, mental and spiritual practice that is adopted in India. It is related to making a healthy body and healthy mind. It positively impacts the mental health of a person too. Through regular yoga, one can boost their body's immunity and strengthen the development rate. Your immunity system is strengthened. You can lead a different life completely full of peace. You can take classes to practice it or also do it all by yourself at home. Benefit of yoga is yoga improves strength, balance and flexibility, help with back pain relief and etc. There is a theme is fixed for each year of Yoga Day. Yoga Day is celebrated with a theme every year, but this year, because of the worldwide epidemic COVID-19, people have been given theme related to their, which will promote health and health. Let me conclude with the what is said in Bhagavad Gita. Yoga is the journey of self through the self to the self. In the end, I would like to thank you all for giving me this opportunity. Have a wonderful day. My name is Frida. I will tell you today about yoga. Yoga is the best exercise for everyone. It has many asanas and a breathing exercise. It improves our immune system. Yoga keeps our body and mind relaxed. World Yoga Day is celebrated on 21st June. Doing yoga regularly make us fit and strong. Thank you. നമസ്കാരം. ഇത് ജൂൺ 21 ലോക യോഗ ദിനം. യോഗശാസ്ത്രമാണ് നിരവധി നിരീക്ഷണത്തിനും പരീക്ഷണത്തിനും ചിന്തകൾക്കും ശേഷം ഭാരതം സംഭാവന ചെയ്ത രോഗമുക്ത ശാസ്ത്രം. യോഗവിദ്യ ആരോഗ്യത്തെ ഫലഭൂഷിപ്പിക്കുകയും എന്നതുകൊണ്ട് വിദ്യാഭ്യാസം തിരഞ്ഞെടുത്ത വിഷയമാണ് യോഗ. വല്ലപ്പോഴും ഒരു യോഗ ചെയ്തതുകൊണ്ട് ശാരീരികവുമായി എന്ന് ധരിക്കുന്നത് തെറ്റാണ്. യോഗ നിരന്തരം പ്രക്രിയമാണ്. അത് മരണം വരെ തുടരേണ്ടതുമാണ്. ആസനങ്ങൾ രണ്ടു തരമുണ്ട്. ഒന്ന് ധ്യാനം, ഒന്ന് ആരോഗ്യപരം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നാം കർമ്മം ചെയ്യുമ്പോൾ ശരീരത്തിലെ കലകൾ നശിക്കുന്നുണ്ട്. ആ നശിക്കുന്ന ഭാഗത്ത് പുതിയ കലകൾ സൃഷ്ടിക്കാൻ ശുദ്ധരക്തം അവിടെ എത്തുന്നു. സൃഷ്ടിയിലുണ്ടായ അശുദ്ധ രക്തം തന്നെ കൊണ്ടുമ്പോൾ ശുദ്ധീകരിക്കുന്നു. യോഗ ഈ കാലത്ത് നല്ലതാണ്. അതായത്
നമ്മുടെ ശക്തി എല്ലാം വർദ്ധിക്കും. യോഗ ഈ പ്രകൃതിക്ക് ശക്തി നൽകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലോക യോഗ ദിനാശംസകൾ. നന്ദി. നമസ്കാരം. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചു. വർഷത്തിൽ പകലിന് ഏറ്റവും ദൈർഘ്യമുള്ള ദിവസമായ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി തിരഞ്ഞെടുത്തു. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അന്താരാഷ്ട്ര യോഗാ ദിനം വളരെ ഗംഭീരമായി ആഘോഷിക്കാറുണ്ട്. യോഗ വെറും ഒരു വ്യായാമമല്ല, മറിച്ച് പ്രകൃതിയും
ബഹുമാനപ്പെട്ട അധ്യാപകർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ പല ഭാഗത്തും യോഗയ്ക്ക് പല പ്രാധാന്യം നൽകുന്നുണ്ട്. യോഗ കേവലം ഒരു വ്യായാമം മാത്രമല്ല, മറിച്ച് നമ്മൾ, ലോകം, പ്രകൃതി എന്നിവ ഒന്നാണെന്ന തിരിച്ചറിവാണ്. എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തും പല രോഗത്തിലും മാനസിക ശാരീരിക പ്രശ്നത്തിലും ബുദ്ധിമുട്ടുന്ന അനേകം ആളുകളെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എന്നാൽ യോഗ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതിനെ പ്രാധാന്യമുള്ളതായി തന്നെ നാം കാണണം. യോഗയ്ക്ക് പല ഗുണങ്ങളും പ്രാധാന്യതകളും ഉണ്ട്. യോഗ എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മനോഹരമായ സംഗീതം പോലെയാണ്. ഒരാളുടെ ശാരീരികവും മാനസികവുമായുള്ള ആരോഗ്യം പുഷ്ടിപ്പെടുത്താൻ ദിവസേനയുള്ള യോഗ അഭ്യാസം സഹായിക്കുന്നു. യോഗയുടെ മാസ്തരിക ഗുണങ്ങൾ പലതുണ്ട്. ദിവസത്തിൽ ഉടനീളം നമുക്ക് ആവശ്യമായ സവിശേഷ ഊർജം കിട്ടുകയും പ്രദാനം ചെയ്യുകയും അതുപോലെ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷമയും ദീർഘമായ പരിശ്രമവും വേണം നമുക്ക് യോഗ ചെയ്യുവാൻ. അതാവശ്യമാണ്. അതില്ലെങ്കിൽ നമുക്ക് യോഗ ചെയ്യുവാൻ പ്രയാസമാണ്. യോഗ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. യോഗ നമ്മുടെ ആരോഗ്യത്തിനും ആരോഗ്യ പരിപാലനത്തിനും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. യോഗയുടെ പ്രധാന ആചാരൻ. മനസ്സിന്റെ ചഞ്ചലങ്ങളെ നിയന്ത്രിക്കാനാണ് യോഗ എന്ന് മഹർഷി പറയുന്നു. യോഗ എന്ന വാക്കിന്റെ അർത്ഥം ചേർച്ച എന്നാണ്. മനസ്സിനെ ശാന്തതയിലെത്തിക്കാൻ ഇതിന് സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കാനായി രോഗങ്ങളെയും നിയന്ത്രിക്കാം. 2014 സെപ്റ്റംബർ 20 ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആശയമാണ് അന്താരാഷ്ട്ര യോഗാ ദിനം. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളന പ്രകാരം ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചു. 2015 ജൂൺ 21 ആദ്യ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള പഠനങ്ങളിൽ യോഗയുടെ ഗുണഫലങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് വിവിധ രാജ്യങ്ങളിൽ യോഗാ ദിനം അതീവ പ്രധാനത്തോടെ ആചരിക്കുന്നു.